ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങൾ മാറ്റുരയ്ക്കുന്ന ICC അണ്ടർ-19 ലോകകപ്പ് ആവേശകരമായി മുന്നേറുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് നിരീക്ഷകർ ഇന്ത്യൻ യുവനിരയുടെ പ്രകടനത്തെ ഉറ്റുനോക്കുമ്പോൾ മലയാളി കായിക പ്രേമികൾ തിരയുന്നത് ഒരു പേരാണ്: ആരോൺ ജോർജ്. ഏഷ്യാകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം ലോകകപ്പ് ടീമിലെ അവിഭാജ്യ ഘടകമായി വിശേഷിക്കപ്പെട്ട ആരോണിന് ആദ്യ രണ്ട് മത്സരങ്ങളിലും പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കാതെ പോയത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇതിനെ സഞ്ജു സാംസണിന്റെ കരിയറുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ജനിച്ച ആരോൺ ജോർജ് തന്റെ ക്രിക്കറ്റ് കരിയർ പടുത്തുയർത്തിയത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിന്റെ ആഭ്യന്തര ക്രിക്കറ്റ് സർക്യൂട്ടിലെ റൺ മെഷീൻ എന്നാണ് ആരോൺ അറിയപ്പെടുന്നതും. വലങ്കയ്യൻ ബാറ്ററായ ആരോൺ ക്ലാസിക് ബാറ്റിംഗ് ശൈലി കൊണ്ടും പക്വതയാർന്ന സമീപനം കൊണ്ടും വളരെ നേരത്തെ തന്നെ ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2022-23 സീസണിലെ വിജയ് മെർജന്റ് ട്രോഫിയിൽ പുറത്താവാതെ നേടിയ 303 റൺസാണ് ആരോണിന്റെ കരിയറിലെ വഴിത്തിരിവായത്. ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടുകയെന്നത് ജൂനിയർ തലത്തിൽ പോലും അസാമാന്യമായ കാര്യമാണെന്നിരിക്കെ ആരോണിന്റെ പ്രതിഭ ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. മലയാളി ആരാധകർ ആരോണിനെ ജൂനിയർ സഞ്ജു എന്ന് വിളിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. സഞ്ജു സാംസണിനെ പോലെ തന്നെ അനായാസമായി ടൈം ചെയ്ത് പന്ത് അതിർത്തി കടത്തുന്നതിൽ ആരോൺ മിടുക്കനാണ്. പന്തിന്റെ മെറിറ്റ് നോക്കി കളിക്കുന്ന ക്ലാസിക് ബാറ്റിംഗ് ശൈലിയാണ് ആരോണിന്റേത്. സഞ്ജുവിനെ പോലെ തന്നെ മികച്ച ഫോമിലായിരിക്കുമ്പോഴും ടീം കോമ്പിനേഷൻ എന്ന പേരിൽ പുറത്തിരിക്കേണ്ടി വരുന്നത് ആരോണിന്റെ കാര്യത്തിലും ആവർത്തിക്കുന്നുണ്ടോ എന്ന ഭയമാണ് ആരാധകർക്കുള്ളത്. അമേരിക്ക, ബംഗ്ലാദേശ് എന്നിവർക്കെതിരായ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ആരോൺ കളിക്കാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. മലയാളി ആയതുകൊണ്ടാണ് തഴയപ്പെടുന്നതെന്നും മതപരമായ വിവേചനമാണ് ഇതിന് പിന്നിലെന്നുമുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ചില ആരാധകർ ഉയർത്തുകയുണ്ടായി. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം തികച്ചും കായികപരമാണെന്നതാണ് വസ്തുത. ആരോൺ ജോർജിനെ അലട്ടുന്നത് ടെന്നീസ് എൽബോ എന്ന പരിക്കാണ്. കൈമുട്ടിന്റെ ഭാഗത്തെ പേശികൾക്കും ടെൻഡണുകൾക്കും സംഭവിക്കുന്ന പരിക്കാണിത്. ബാറ്റിംഗിനിടെ വലിയ വേദന അനുഭവപ്പെടാൻ ഇത് കാരണമാകും. ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെന്റിൽ പരിക്ക് വഷളായാൽ ടൂർണമെന്റ് തന്നെ നഷ്ടമാകാൻ സാധ്യതയുള്ളതിനാൽ മെഡിക്കൽ ടീമിന്റെ നിർദ്ദേശപ്രകാരമാണ് ആരോണിന് വിശ്രമം നൽകിയത്. ഇതിനെ വിവേചനപരമായി കാണുന്നത് തെറ്റായ ധാരണയാണെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. ആരോൺ ജോർജ് വെറും ഒരു ബാറ്റർ മാത്രമല്ല, മികച്ചൊരു നായകൻ കൂടിയാണ്. 38 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹൈദരാബാദിന് വിനു മകാന്ത് ട്രോഫി നേടിക്കൊടുത്തത് ആരോണിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. സമ്മർദ്ദഘട്ടത്തിൽ ടീമിനെ നയിക്കാനും ഇന്നിംഗ്സുകൾ കെട്ടിപ്പടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ മാത്രമായി ജൂനിയർ തലത്തിൽ 700-ലധികം റൺസാണ് താരം വാരിക്കൂട്ടിയത്. ഈ സ്ഥിരതയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ എത്തിച്ചതും. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിന് മുൻപ് ഇന്ത്യൻ ടീമിന് ഒരാഴ്ചത്തെ നീണ്ട ഇടവേളയുണ്ട്. ഈ സമയത്തിനുള്ളിൽ ആരോൺ പൂർണ്ണ കായികക്ഷമത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ശനിയാഴ്ച ന്യൂസിലൻഡിനെതിരായി നടക്കുന്ന മത്സരത്തിൽ ആരോൺ പ്ലേയിങ് 11-ൽ തിരിച്ചെത്താൻ സാധ്യതയുമുണ്ട്. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ വിശ്രമം തുടർന്നാലും ജനുവരി 25-ന് ആരംഭിക്കുന്ന സൂപ്പർ 6 പോരാട്ടങ്ങളിൽ ആരോണിന്റെ സേവനം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യ ഇതിനോടകം സൂപ്പർ 6-ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കടന്നുവരുന്ന ഏറ്റവും വലിയ മലയാളി പ്രതീക്ഷയാണ് ആരോൺ ജോർജ്. മിനോ മുസ്തഫയെ പോലെയുള്ള താരങ്ങൾക്കൊപ്പം ആരോണും വളർന്നു വരുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് വളർച്ചയുടെ അടയാളമാണ്. IPL-ലും സീനിയർ ഇന്ത്യൻ ടീമിലും ഈ മലയാളി താരം വൈകാതെ ഇടം പിടിക്കുമെന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നു. ആരോൺ ജോർജ് ഒരു പ്രതിഭയാണ്. ആ പ്രതിഭയെ പരിക്കുകൊണ്ട് മാത്രം തളച്ചിടാൻ കഴിയില്ല. ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന വികാരപരമായ പ്രതികരണങ്ങൾ താരത്തോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും പരിക്കിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മോചനം തന്നെയാണിപ്പോൾ പ്രധാനം. ജൂനിയർ സഞ്ജു എന്ന ലേബലിനപ്പുറം ലോകം കണ്ട മികച്ച ബാറ്റർമാരിൽ ഒരാളായി ആരോൺ ജോർജ് ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സൂപ്പർ 6 മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് റൺസ് ഒഴുകുന്നത് കാണാൻ കാത്തിരിക്കാം.